ഓട്സ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഓട്സ് ഉപ്പുമാവ്. മൈ നെയിം ഈസ് ഷാൻ ജിയോ. വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായിട്ട് ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് റോൾഡ് ഓട്സ് 1 കപ്പ് ചേർക്കുക. പിന്നീട് ഇത് തുടർച്ചയായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക. ഇൻസ്റ്റന്റ് ഓട്സിനേക്കാളും ഇതുപോലുള്ള റോൾഡ് ഓട്സ് ആയിരിക്കും ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. ഏകദേശം 4 മിനിറ്റ് നേരമാണ് തുടർച്ചയായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്യേണ്ടത്. സ്റ്റൗ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇതിപ്പോൾ ഏകദേശം 4 മിനിറ്റ് ആവാറായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. പിന്നീട് അതേ പാനിലേക്ക് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ നെയ്യില്ലെങ്കിൽ പകരം എണ്ണ തന്നെ ഒഴിച്ചാൽ മതിയാകും. ഇനി ഇത് നന്നായിട്ട് ചൂടാവുന്നതുവരെ വെയിറ്റ് ചെയ്യുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ ചേർക്കുക. പിന്നീട് കടുകെല്ലാം പൊട്ടിത്തീരുന്നതുവരെ വെയിറ്റ് ചെയ്യുക. കടുകെല്ലാം പൊട്ടിത്തീരുമ്പോൾ സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് ഉഴുന്ന് 1/2 ടീസ്പൂൺ. ഉഴുന്ന് ഓപ്ഷനിലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. അതോടൊപ്പം തന്നെ കാഷ്യൂനട്ട് 1-2 ടേബിൾ സ്പൂൺ. ഉണക്കമുളക് 2 നടുവേ മുറിച്ചത്. 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. പച്ചമുളക് 1 ചോപ്പ് ചെയ്തത്. 1-2 തണ്ട് കറിവേപ്പില. ഇനി ഇത് 5-10 സെക്കൻഡ് നേരം മാത്രം ഒന്ന് ഇളക്കുക. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. പിന്നീട് ഉടനെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ സവോള ചോപ്പ് ചെയ്തത്, വലുതാണെങ്കിൽ 1ന്റെ പകുതി മതിയാകും. ക്യാരറ്റ് ചോപ്പ് ചെയ്തത് 1/4 കപ്പ്. ബീൻസ് ചോപ്പ് ചെയ്തത് 1/4 കപ്പ്. ബീൻസ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അടുത്തതായി ഉപ്പ് 1/4 ടീസ്പൂൺ. ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കി വഴട്ടിയെടുക്കുക. ഏകദേശം 4 മിനിറ്റ് നേരമാണ് വഴട്ടേണ്ടത്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇതിപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമൊഴിക്കുക. 1 കപ്പ് ഓട്സിന് 1 കപ്പ് വെള്ളം. ഇനി റോൾഡ് ഓട്സിന് പകരമായിട്ട് ഇൻസ്റ്റന്റ് ഓട്സ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അല്പം കുറച്ചൊഴിച്ചാൽ മതിയാകും. വെള്ളത്തോടൊപ്പം തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് നെയ്യ് 1/2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. ഇനി തീ കൂട്ടി ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തു വെച്ചിരുന്ന ഓട്സ് ചേർക്കുക. എല്ലാം വളരെ പെട്ടെന്നൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ഉടനെ തന്നെ ഇത് അടച്ചുവെച്ച് വേവിക്കുക. സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. ഏകദേശം 4 മിനിറ്റ് നേരമാണ് ഇങ്ങനെ അടച്ചുവെച്ച് വേവിക്കേണ്ടത്. 4 മിനിറ്റിന് ശേഷം തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. 1/2 മിനിറ്റ് മുതൽ 1 മിനിറ്റ് നേരം വരെ ഇങ്ങനെ തുറന്ന് ഇളക്കുന്നത് ഇതിന് വെള്ളമയമുണ്ടെങ്കിൽ അത് കുറയുന്നതിന് സഹായിക്കും. നമ്മളിപ്പോൾ തയ്യാറാക്കിയ ഈ അളവിൽ ഓട്സ് ഉപ്പുമാവ് തയ്യാറാക്കുവാണെങ്കിൽ നന്നായിട്ട് കഴിക്കുന്ന ഒരാൾക്കോ അതല്ലെങ്കിൽ 2 പേർക്കോ സെർവ് ചെയ്യാവുന്നതാണ്. ഓട്സ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. ഫൈബർ റിച്ച് ആയിട്ടുള്ളതും ഗ്ലൈസമിക് ഇൻഡെക്സ് താഴ്ന്നതുമായ ഈ ഹെൽത്തി റെസിപ്പി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.